ഞാൻ +1 പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ സ്മാർട്ട് ഫോൺ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. എൻ്റെ റിലേറ്റീവ് അത് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് എൻ്റെ കയ്യിൽ നിന്ന് അൺഫോർച്ചുനേറ്റ്ലി പാറ്റേൺ ലോക്കിൽ പെടുന്നത്. അതായത് ഞാൻ അതിനിട്ട പാറ്റേൺ ലോക്ക് ഞാൻ മറന്നുപോയി. ആകെ പാനിക്കായി ഞാൻ ആ അവസ്ഥയിൽ. എനിക്ക് രാത്രിയാണെങ്കിൽ ഉറക്കം വരുന്നില്ല. ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഞാൻ എൻ്റെ കസിനെ കോൺടാക്ട് ചെയ്തത്. അവന് ഓൾറെഡി ഈ ഒരു ഫീൽഡിലുള്ള ആളാണ്. സ്മാർട്ട് ഫോൺ ടെക്നോളജി, സ്മാർട്ട് ഫോണിൻ്റെ ഒരു സർവീസ് സെൻറ്റർ രാമനാട്ടിലാണെന്നുണ്ട്. അങ്ങനെ അൻസാർ എന്നാണ് പേര്. അപ്പോൾ ഈ ആളെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ ആൾ നാളെ ഷോപ്പിലേക്ക് വാ, നമുക്കത് ശരിയാക്കാമെന്ന് പറഞ്ഞു. ദെൻ ഞാൻ അവിടെ അത് കൊണ്ടുപോയി അവിടുത്തെ ടെക്നീഷ്യനായിട്ടുള്ള ശ്യാം വിത്തിൻ 20 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പാറ്റേൺ ലോക്ക് അൺലോക്ക് ചെയ്തത്. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. അപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണുണ്ടായിരുന്നത്. ദെൻ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിനെ പറ്റി ഫസ്റ്റായിട്ട് അറിയുന്നത്. ദെൻ ഞാൻ ഇങ്ങനെ എൻ്റെ ഫ്രീ ടൈമിലൊക്കെ എനിക്ക് വെക്കേഷനിലോ ഒക്കെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ ശ്യാമിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കും. ഈ ഒരു ഫീൽഡിൽ എനിക്ക് ഭയങ്കരമായിട്ട് ക്രേസായിട്ട് ഉണ്ടായത് അങ്ങനെയാണ്. ദെൻ ഞാൻ ഈ +2 കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ചിന്താഗതി ഇല്ലായിരുന്നു എന്ത് കോഴ്സ് എടുക്കണം എന്നുള്ളത്. ഞാൻ ഫസ്റ്റായിട്ട് തന്നെ കാരണം ഞാൻ +1 ഓൾറെഡി അത് തീരുമാനിച്ച് വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഫസ്റ്റായിട്ട് തന്നെ ഞാൻ സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ദെൻ അത് പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ടീനേജിൽ എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ജോലി കിട്ടി. എനിക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാലറി ഇൻകം കിട്ടാൻ തുടങ്ങി. ദെൻ ഈ ജോലി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ഇതൊന്നും അല്ല ഈ ഒരു മേഖലയിലുള്ളത്. നമ്മൾ പഠിച്ചത് വളരെ കുറച്ച് മാത്രമാണ് എന്നുള്ളത്. ദെൻ എനിക്ക് സെൽഫ് ലേണിംഗ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നു. ഞാൻ ഇൻ്റർനെറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് സെൽഫ് ലേണിങ്ങിലേക്ക് കടന്നു. ദെൻ അതിനുശേഷം എനിക്ക് ജോലി കമ്പനികൾ മാറുന്നതിനനുസരിച്ചിട്ട് എനിക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നു. ദുബായിലൊക്കെ പോയിട്ട് കുറച്ച് അപ്പ് സ്കില്ലായി. അതിന് മുമ്പ് തന്നെ ഒരു ഷോപ്പ് ബിസിനസ്സിലേക്ക് എൻ്റർ ആയിട്ടുണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ബിസിനസ് ഒരു സർവീസ് സെൻറ്റർ ഇട്ടു. അത് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ദുബായിലേക്ക് പോയത്. ദെൻ അതിനുശേഷം വീണ്ടും ദുബായിൽ നിന്ന് വന്നിട്ട് ഞാൻ ഒരു സർവീസ് സെൻറ്റർ ഇടുന്നതിൻ്റെ ഭാഗമായി അതിലൂടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അതിന് മുമ്പേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഒരു കൺസിസ്റ്റൻസി രീതിയിൽ ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടേ ഇരിക്കലുണ്ടായിരുന്നു. എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ടെക്നീഷ്യന്മാർ നമുക്ക് പേഴ്സണൽ ട്രെയിനിങ് തരുമോ, ഐഫോൺ അപ്ഡേഷൻ കോഴ്സ് തരുമോ എന്നുള്ള രീതിയിൽ. ദെൻ ഞാൻ ഒരാൾക്ക് അപ്ഡേഷൻ കോഴ്സ് കൊടുത്തു. ഒരാൾക്കുള്ളത് 4 ആൾക്കായി, 4 ആൾക്കുള്ളത് 7 ആൾക്കായി, 7 ആൾക്കുള്ളത് 9 ആൾക്കായി. ഇങ്ങനെ ഇപ്പം നിലവിൽ 10-ലധികം ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എവരി 40 ഡേയ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ബാച്ചുകൾ പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ദെൻ ഇങ്ങനെ കുറച്ച് ബാച്ചുകൾ ഫസ്റ്റത്തെ ഒരു ഇയറിൽ കുറച്ച് ആളുകളെ ഓൾമോസ്റ്റ് കേരളത്തിൽ പഠിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും ഇറങ്ങിയിട്ടുള്ള ടെക്നീഷ്യന്മാരെ എനിക്ക് പേഴ്സണൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു 1 ഇയർ കൊണ്ട് ഉണ്ടായിട്ടുള്ള എൻ്റെ ഭയങ്കരമായിട്ടുള്ള സംഭവം. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഇപ്പോഴും പഠിപ്പിക്കുന്നത് കറക്റ്റായിട്ട് സിലബസിലല്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഫീൽഡിലുണ്ട്. അവിടെ ഒരു ബിഗ് ആയിട്ടുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിലേക്ക് എൻ്റെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരലായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെ ഞാൻ ഇവരായിട്ടൊക്കെ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഐടോക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ഐടോക്സ് അക്കാദമി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനം എടുക്കുന്നത് ആ ഒരു ടൈമിലാണ്. ദെൻ വിത്തിൻ ഒരു 1 ഇയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഐടോക്സ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കരമായിട്ട് മാർക്കറ്റിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഹൈപ്പ് കിട്ടി. ഫസ്റ്റ് മന്ത് തൊട്ട് തന്നെ ബ്രേക്ക് ഈവന് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തു. നമുക്ക് ക്വാളിറ്റി ബേസിൽ കുട്ടികളെ ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ചൊക്കെ ഇറക്കാൻ പറ്റി എന്നുള്ളതാണ്. ദെൻ അവരൊക്കെ ഇപ്പം നല്ല രീതിയിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് സാലറി ബേസിൽ ജോലി ചെയ്തിട്ട് പോകുന്ന കുട്ടികളാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നതോട് കൂടിയിട്ട് ഒരു കുട്ടി അച്ചീവ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഏതൊരു മേഖലയിലേക്ക് പോകുമ്പോഴും നമ്മളെ ഓഡിയൻസ് ആരാ, നമ്മളെ കസ്റ്റമേഴ്സ് ആരാ എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് നോളജ് വേണം. നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ആർക്കൊക്കെ ആവശ്യമുണ്ട് മാർക്കറ്റിൽ എന്നുള്ളതാണ്. ചില പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ ലേഡീസിന് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ, ചില പ്രൊഡക്റ്റ് ചിലപ്പോൾ ജെൻസിന് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ, ചില പ്രൊഡക്റ്റ് ചിലപ്പം ടോട്ടലി എല്ലാവർക്കും ആവശ്യം ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ സ്മാർട്ട് ഫോൺ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ ആവശ്യമുള്ള ഒരു സർവീസാണ്. ഇപ്പം എന്നെ പോലെ പാറ്റേൺ ലോക്ക് കുടുങ്ങിയിട്ടുള്ള ആളുകളുണ്ടാവും, ഡിസ്പ്ലേ പോയിട്ടുള്ള ആളുകളുണ്ടാവും. അതിൽ പണക്കാരൻ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ എന്നില്ല. ലോകത്ത് ആരൊക്കെ ഉണ്ടോ ഒരു കുട്ടി തൊട്ട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വരെ ആവശ്യമുള്ള ഒരു സർവീസാണ് സ്മാർട്ട് ഫോൺ ടെക്നോളജി. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അത്രത്തോളം വൈഡായിട്ടുള്ള ചാൻസ് ഉണ്ട്, അത്രത്തോളം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത്രത്തോളം സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത്രത്തോളം ഓപ്ഷൻസ് ഉണ്ട്.
അങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് എൻ്റർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐടോക്സ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. 100% നമ്മളതിൽ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ജോലി കിട്ടൽ 100% ജോലി നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് പഠിച്ചാലും കിട്ടും. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബിസിനസ്സിലേക്കുള്ള കാര്യങ്ങൾ, പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്കുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറേ അഡ്വൈസുകൾ, കാര്യങ്ങൾ, നിങ്ങളെ ആഫ്റ്റർ സപ്പോർട്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 100% ഐടോക്സ് എന്നുള്ള സ്ഥാപനം ചൂസ് ചെയ്യാം. ബിക്കോസ് ഐടോക്സ് ആണ് ഇന്ന് കേരളത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മേഖലകളിൽ റിസൾട്ട് ബേസ് നോക്കുമ്പം ലീഡിങ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. അതുപോലെ ഐടോക്സിനെയാണ് ഏറ്റവും കൂടുതൽ ടെക്നീഷ്യന്മാർ ഈ ഒരു മേഖലയിലേക്ക് പഠിക്കാൻ കുട്ടികളെ റെക്കമെൻഡ് ചെയ്യുന്നതും. അപ്പം ഏറ്റവും കൂടുതൽ ടെക്നീഷ്യന്മാർ റെക്കമെൻഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും ഐടോക്സ് ആണെന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐടോക്സിലേക്ക് വരാവുന്നതാണ്.